ഫസ്റ്റ് എന്താ നോക്കിക്കേ, ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. അതിന് താഴെയായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസും ഉണ്ട് അല്ലേ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് വിൽ ബി ദ നെയിം ഓഫ് ദ ഗിവൺ മോഡൽ? ഈ കാണുന്ന മോഡൽ എന്താണ്? ഇതിൻ്റെ പേരെന്താണ്? മക്കൾക്ക് അറിയായിരിക്കും അല്ലേ, ക്ലാസ്സിൽ ടീച്ചർ കാണിച്ചു തന്നിട്ടുണ്ടാവും. എന്താണ്? ഗ്ലോബാണ് അല്ലേ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് കളർ ഈസ് സീൻ മോർ ഇൻ ദിസ് മോഡൽ? ഇങ്ങനത്തെ മോഡലിൽ കൂടുതലായിട്ടും ഏത് കളറാണ് കാണപ്പെടുന്നത്? ഏതാണ്? ബ്ലൂ ആണ് അല്ലേ. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദിസ് കളർ ഇൻഡിക്കേറ്റ്സ്? ഈ കളർ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ബ്ലൂ എന്നുള്ളത് വാട്ടറിനെയാണ് അല്ലേ. എർത്തിൽ 75% എന്താണ്? വാട്ടറാണ്. അതുകൊണ്ടാണ് ബ്ലൂ കളർ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇനി മക്കൾ പഠിച്ചിരിക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വെൻ ഈസ് കേരള ഫോർമേഷൻ ഡേ? കേരള പിറവി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്നാണ്? നവംബർ 1 ആണ് അല്ലേ. പിന്നെ ഹൗ മെനി ഡിസ്ട്രിക്റ്റ് ആർ ദർ ഇൻ കേരളം? കേരളത്തിൽ എത്ര ജില്ലകളുണ്ട്? എത്ര ഡിസ്ട്രിക്റ്റ് ഉണ്ട്? 14. പിന്നെ വിച്ച് ഈസ് യുവർ ഡിസ്ട്രിക്റ്റ്? നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് ഏതാണ്? നിങ്ങളുടെ ജില്ല ഏതാണ്? കോഴിക്കോടാണോ, എറണാകുളമാണോ, തിരുവനന്തപുരമാണോ? അത് നിങ്ങൾ അവിടെ എഴുതുക. പിന്നെ ലിസ്റ്റ് ദ നൈബറിങ് സ്റ്റേറ്റ്സ് ഓഫ് കേരളം. കേരളത്തിൻ്റെ നൈബറിങ് സ്റ്റേറ്റ്സ്, അയൽ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാ? തമിഴ്നാട്, കർണാടക എഴുതാട്ടോ. അടുത്തത് മക്കൾ പഠിച്ചു വെക്കേണ്ടത് നമ്മുടെ നാഷണൽ ഫ്ലവർ, നാഷണൽ ആനിമൽ, നാഷണൽ ബേർഡ്, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. നാഷണൽ ഫ്ലവർ ഏതാണ്? ലോട്ടസ് ആണ്. നാഷണൽ ആനിമൽ ടൈഗർ ആണ്. നാഷണൽ ബേർഡ് പീക്കോക്ക് ആണ് കേട്ടോ. പിന്നെ മക്കൾ നോക്കി വെക്കേണ്ട ഭാഗമാണ് ഓരോ സീസണിലും ഏത് ക്ലോത്താണ് ഇടാൻ നല്ലത് എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഓരോ സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്, അതിന് മാച്ചായിട്ടുള്ള ഡ്രസ്സ് ഏതാണ് എന്നുള്ളതാണ് എഴുതേണ്ടത്. വി ആർ ഗോയിങ് ടു ഊട്ടി. ഓ ഇറ്റ് ഈസ് റിയലി കോൾഡ് ദർ. നല്ല തണുപ്പായിരിക്കില്ലേ ഊട്ടിയിലൊക്കെ. അങ്ങനത്തെ ഉള്ളൊരു കാലാവസ്ഥയിൽ നമുക്ക് ഏത് തരം ഡ്രസ്സാണ് വേണ്ടത്? വൂൾ അല്ലേ, കമ്പിളി പോലുള്ള അങ്ങനത്തെ ഡ്രസ്സുകളാണ് വേണ്ടത്. പിന്നെ റെയിനി സീസൺ ഈസ് കമ്മിങ്, സോ ഐ നീഡ് ക്ലോത്ത്സ് വിച്ച് വിൽ ഡ്രൈ വെരി ഫാസ്റ്റ്ലി. മഴക്കാലമാണ് വരുന്നത്, അപ്പോൾ പെട്ടെന്ന് ഉണങ്ങുന്ന രീതിയിലുള്ള ഡ്രസ്സാണ് വേണ്ടത് അല്ലേ, ക്ലോത്താണ് വേണ്ടത്. അതേതാണ്? പോളിസ്റ്റർ ആണ്. പിന്നെയോ ഹൗ ഹോട്ട് ഇറ്റ് ഈസ്, വി മസ്റ്റ് ഹാവ് ക്ലോത്ത്സ് വിച്ച് ആർ സ്യൂട്ടബിൾ ടു ഹോട്ട് ക്ലൈമറ്റ്. അപ്പോൾ എന്തൊരു ചൂടാണ്, ചൂട് കാലത്ത് അല്ലേ, എയറൊക്കെ നല്ലപോലെ കടക്കുന്ന രീതിയിലുള്ള തുണികളാണ് വേണ്ടത്. അതെങ്ങനത്തതാണ്? കോട്ടൺ ആണ്. അപ്പോൾ ഇതൊന്ന് മക്കൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. നെക്സ്റ്റ്, ഐഡൻറ്റിഫൈ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഇതിലൊരു സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആയിരിക്കും. അപ്പോൾ അത് ഏതാണെന്ന് വെച്ചാൽ ടിക്ക് മാർക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ എടുത്ത് താഴേക്ക് എഴുതാനോ ആയിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അപ്പോൾ ഒന്നാമത്തേത് എന്താണ്? റബ് യുവർ ഐസ് വെൻ ഡസ്റ്റ് ഫോൾസ് ഇൻ ടു ദം. കണ്ണിൽ പൊടി വീണാൽ റബ്ബ് ചെയ്യണം എന്നാണ്, തിരുമ്മണം എന്നാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ അങ്ങനെ തിരുമ്മാൻ പറ്റില്ല അല്ലേ, തിരുമ്മിയാൽ കണ്ണിൽ മുറികൾ വരെ ഉണ്ടാവും. അടുത്തത്, യൂസ് ടൂത്ത് പേസ്റ്റ് ഓൺ ബേൺസ് ഓർ ബേൺഡ് റീജിയൻസ്. അപ്പം തീ പൊള്ളിയാൽ ആ ഭാഗത്ത് ടൂത്ത് പേസ്റ്റ് പുരട്ടണം എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പുരട്ടാൻ പാടുണ്ടോ? ഇല്ല കേട്ടോ. അപ്പോൾ അതും തെറ്റാണ്. പിന്നെ ഡോൺ ഇൻസേർട്ട് ഒബ്ജക്റ്റ് ഇൻ ടു ദ ഇയർ. അപ്പം നിങ്ങളുടെ ചെവിക്കുള്ളിൽ എന്തെങ്കിലും സാധനങ്ങളൊന്നും കൊണ്ടുപോയിട്ട് ഇടരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. പിന്നെയോ നാലാമത്തത് എന്താണ്? ഇഫ് യു ഹിറ്റ് യുവർ ഹെഡ് ആൻഡ് ഗെറ്റ് എ സ്വെല്ലിങ് റബ് ഇറ്റ് ഫോഴ്സ്ഫുള്ളി. നിങ്ങൾ തല എവിടെയെങ്കിലും ഇടിച്ചിട്ട് മുഴച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ശക്തിയായിട്ട് റബ്ബ് ചെയ്യണം എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ റബ്ബ് ചെയ്യാൻ പാടുണ്ടോ? ഇല്ല അല്ലേ. അപ്പോൾ അതും തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. പിന്നെ മക്കൾ നോക്കി വെക്കേണ്ടതാണ് ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ എന്തൊക്കെ സാധനങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് എന്നുള്ളത്. ഇവിടെ 4 ഞാൻ കൊടുക്കാം. കോട്ടൺ, ക്ലോത്ത്, ബാൻഡേജ്, സിസേഴ്സ്. അതുപോലെ മക്കൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ 4 തന്നെങ്കിലും ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അതുപോലെ തന്നെ ബാങ്ക്, പോസ്റ്റ് ഓഫീസ്, പോലീസ് സ്റ്റേഷൻ, വില്ലേജ് ഓഫീസ്, അങ്ങനത്തെ പൊതുവായിട്ടുള്ള പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടല്ലോ, അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ നെയിമും അവരുടെ സർവീസും എന്താണെന്ന് ഒരു 2 വെച്ച് 2 സർവീസ് എന്തെങ്കിലും പഠിച്ചു വെക്കുക. ഇവിടെ ബാങ്കിൻ്റെത് എന്താണ്? റിസീവിങ് ഡെപ്പോസിറ്റ്സ്, പ്രൊവൈഡിങ് ലോൺസ്. പിന്നെ പോസ്റ്റ് ഓഫീസിൻ്റെതാണെങ്കിലോ കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി, റിസീവിങ് ഡെപ്പോസിറ്റ്സ്. ഇതുപോലെ പോലീസ് സ്റ്റേഷൻ്റെതും അങ്ങനെ പിന്നെ പൊതുവായിട്ടുള്ള അല്ലേ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ സർവീസസ് ഓയിൽ എന്തൊക്കെ സർവീസാണ് ഓഫർ ചെയ്യുന്നത് എന്നുള്ളത് പഠിച്ചു വെക്കണം കേട്ടോ. അതുപോലെ മക്കൾ പലതരത്തിലുള്ള വീടുകളും അവയുടെ പ്രത്യേകതകളും പഠിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇഗ്ലൂ, ഹൗസസ് ഫൗണ്ട് ഇൻ സ്നോവി ഏരിയാസ് മെയ്ഡ് അപ്പ് ഓഫ് ഐസ് ബ്ലോക്സ് അല്ലേ. പിന്നെ ഫ്ലാറ്റ് ആണെങ്കിലോ ദർ ആർ ഹ്യൂജ് ബിൽഡിങ്സ്, ഇറ്റ് ഹാവ് എ മെനി ഫ്ലോർസ്, ഫ്ലാറ്റ് ഫൗണ്ട് ഇൻ സിറ്റികളിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഇതുപോലെ വേറെ തരത്തിലുള്ള വീടുകളും പഠിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ കുറച്ച് പ്രത്യേകതകൾ അല്ലേ പഠിച്ചു വെക്കുക.
അടുത്തത് ട്രാഫിക്കിൽ ഓരോ കളേഴ്സും എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളതും കൂടെ നോക്കി വെക്കണം. റെഡ് കളർ സ്റ്റോപ്പ്, യെല്ലോ വെയിറ്റ് ചെയ്യാനാണ്, ഗ്രീൻ പോവാനാണ്, ലെഗോ ആണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. അടുത്തത് റൈറ്റ് ദ പോയിൻറ്റ്സ് ടു ബി ഒബ്സർവ്ഡ് വൈൽ ട്രാവലിംഗ് ബൈ ബസ്. അപ്പോൾ നമ്മൾ പല വാഹനത്തിലും യാത്ര ചെയ്യുന്നവരാണ് അല്ലേ. അപ്പോൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ്. അപ്പോൾ ഒന്നാമത്തെ എന്താണ്, ഡോൺ പുട്ട് യുവർ ഹാൻഡ് ആൻഡ് ഹെഡ് ഔട്ട് അല്ലേ, കയ്യും തലയും പുറത്തിടരുത്. ഡു നോട്ട് സ്പിറ്റ് ഔട്ട് അല്ലേ, പുറത്തേക്ക് തുപ്പരുത്. പിന്നെ ഹോൾഡ് ഓൺ ടു ദ സീറ്റ് അല്ലേ, സീറ്റിൽ മുറുകെ പിടിച്ച് ഇരിക്കണം എന്ന്. പിന്നെ വൈ ആർ സീബ്ര ലൈൻസ് ഡ്രോൺ ഓൺ ദ റോഡ്, എന്തിനാണ് സീബ്ര ലൈൻ റോഡിൽ വരച്ച് വെച്ചിരിക്കുന്നത്? മക്കൾ കണ്ടിട്ടില്ലേ? വാഹനം നിർത്താനാണോ അല്ലെങ്കിൽ വാഹനം സ്പീഡിൽ ഓടിക്കാനാണോ? അങ്ങനെയൊക്കെ കുറച്ച് ഓപ്ഷൻസ് ഒക്കെ തന്നിട്ട് ചോദിക്കും കേട്ടോ. എന്തിനാണ്? കാൽനട യാത്രക്കാർക്ക് റോഡ് മുറിച്ച് കടക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അതുപോലെ വിവിധ തരത്തിലുള്ള ഹൗസസിൻ്റെ ഭാഗം മക്കൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഇഗ്ലൂ, സാധാരണ വീടുകൾ, അതുപോലെ തന്നെ ഫ്ലാറ്റ്, അങ്ങനെ പലതരത്തിലുള്ളത് പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ ഏതിൽ താമസിക്കാനാണ് മക്കൾക്ക് ഇഷ്ടം, അതെന്തുകൊണ്ടാണ് എന്നുള്ളത് ചെറിയൊരു സെൻറ്റൻസ് മക്കൾ പഠിച്ചു വെക്കുക. അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ റെൻറ്റഡ് ഹൗസിൽ താമസിക്കാൻ ഇഷ്ടം എന്നുള്ള രീതിക്ക് എഴുതിയിട്ടുണ്ട്. എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് നോക്കാം. വേർ വുഡ് യു ലൈക്ക് ടു ലിവ് ഇൻ ദിസ് വൈ, എങ്ങനത്തെ വീട്ടിൽ താമസിക്കാനാണ് ഇഷ്ടം കേട്ടോ. ഐ പ്രിഫർ ടു ലിവ് ഇൻ എ റെൻറ്റഡ് ഹൗസ് ബിക്കോസ് സച്ച് ഹൗസസ് ആർ നോട്ട് ഹാംഫുൾ ടു ദ നേച്ചർ. പ്രകൃതിക്ക് ഒരു ദോഷകരമായിട്ടൊന്നും ഓടിട്ട വീട് കൊണ്ട് സംഭവിക്കുന്നില്ല. ദീസ് ഹൗസസ് ആർ വെരി കംഫർട്ടബിൾ ടു ലിവ് ഇൻ ഡ്യൂറിങ് ഹോട്ട് സീസൺസ്. ചൂട് കാലത്ത് ഓടിട്ട വീടുകളിൽ താമസിക്കാൻ നല്ല കംഫർട്ടബിളാണ്, നല്ല സുഖമാണ്. നിങ്ങൾക്കറിയാമല്ലേ, ഓടിട്ട വീടുകൾ വാർപ്പിട്ട വീടുകളിനെക്കാട്ടിലും ഒരു തണുപ്പായിരിക്കും അല്ലേ എപ്പോഴും ഉണ്ടാവുക. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ദ പോയിൻറ്റ്സ് ടു ബി കൺസിഡേർഡ് വൈ ബിൽഡിംഗ് എക്കോ ഫ്രണ്ട്ലി ഹൗസസ്. അപ്പോൾ നമ്മൾ വീടുണ്ടാക്കുന്ന സമയത്ത് പ്രകൃതിക്ക് ദോഷകരമല്ലാത്ത രീതിയിൽ വീടുണ്ടാക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെയാണ് കൺസിഡർ ചെയ്യേണ്ടത് എന്നുള്ളത് എഴുതാനാണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ്? ഡു നോട്ട് കട്ട് ട്രീസ് ആൻഡ് ബിൽഡ് എ ഹൗസ് അല്ലേ, മരങ്ങൾ വെട്ടിമുറിച്ചിട്ട് വീടുണ്ടാക്കരുത് അല്ലേ, വെട്ടി നശിപ്പിച്ചിട്ട്. ബിൽഡ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഹൗസസ്, ചിലവ് കുറഞ്ഞ രീതിയിലുള്ള വീടുകൾ നിർമ്മിക്കുക. യൂസ് എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി മെറ്റീരിയൽസ് ഫോർ ഹൗസ് കൺസ്ട്രക്ഷൻ, വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് പരിസ്ഥിതിക്ക് ദോഷമല്ലാത്ത വസ്തുക്കൾ ഉപയോഗിക്കുക. ഡു നോട്ട് ഇൻ്റർലോക്ക് ദ ഹൗസ് യാർഡ് അല്ലേ, മുറ്റത്ത് എന്താണ് നമ്മൾ ഇൻ്റർലോക്ക് ചെയ്യരുത്. പിന്നെ വാട്ട് ഈസ് ദ നെയിം ഓഫ് എ ഹൗസ് മെയ്ഡ് ഓഫ് ഐസ് ബ്ലോക്സ്, ഐസ് ബ്ലോക്ക് കൊണ്ടുണ്ടാക്കുന്ന വീടിന് പറയുന്ന പേരെന്തായിരുന്നു? ഇഗ്ലൂ. ഇത് നേരെ തിരിച്ചും ചോദിക്കുക അല്ലേ, ഇഗ്ലൂ എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള ചോദിച്ചാൽ ഐസ് ബ്ലോക്കാണ് കേട്ടോ. അടുത്തത് റൈറ്റ് ഡൗൺ ദ ഡിഫിക്കൽട്ടീസ് വി ഫേസ് ഡ്യൂ ടു വാട്ടർ സ്കാർസിറ്റി, ജലക്ഷാമം കൊണ്ട് നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കും എന്തൊക്കെ എഴുതാം? ദർ വിൽ ബി നോ വാട്ടർ ടു ഡ്രിങ്ക് അല്ലേ, കുടിക്കാൻ വെള്ളമില്ലാതെ ബുദ്ധിമുട്ടും. പിന്നെ ദർ ഈസ് നോ വാട്ടർ ഫോർ ബാത്തിങ് ആൻഡ് വാഷിംഗ് അല്ലേ, കുളിക്കാനും അലക്കാനും ഒന്നും വെള്ളം ഉണ്ടാവില്ല. ദർ വിൽ ബി നോ വാട്ടർ ടു വാഷ് ദ ഡിഷസ്. പിന്നെ വാട്ടർ ദ പ്ലാന്റ്സ് ആൻഡ് വാഷ് ദ വെഹിക്കിൾസ് അല്ലേ, പാത്രം കഴുകാനും ചെടികൾ നനയ്ക്കാനും വാഹനങ്ങൾ കഴുകാനും ഒന്നും വെള്ളം ഉണ്ടാവില്ല. ദർ വിൽ ബി മെനി ഡിസീസസ്, ഒരുപാട് രോഗങ്ങൾ പിടിപെടും. ഇതിൽ നിന്നെല്ലാം മക്കൾക്ക് എളുപ്പമുള്ള 2 എണ്ണം നോക്കിയിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. അടുത്തത് പ്രിപ്പയർ എ പോസ്റ്റർ റിലേറ്റഡ് ടു വാട്ടർ കൺസർവേഷൻ, ജലസംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പോസ്റ്റർ തയ്യാറാക്കാനാണ്. അപ്പോൾ നിങ്ങൾ പോസ്റ്റർ എഴുതുമ്പോൾ എന്താണ് ഈ വാക്യങ്ങളൊക്കെ അതിൽ ഉപയോഗിക്കുക കേട്ടോ. അതുപോലെ നിങ്ങൾ പൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടത്, പ്ലാസ്റ്റിക്കുമായിട്ട് ബന്ധപ്പെട്ടത് ഒക്കെ നിങ്ങളൊന്ന് നോക്കി വെക്കുക. അവിടെ ജലത്തിൻ്റെതാണ്, വാട്ടർ ഈസ് അവർ ലൈഫ്, ഡോൺ വേസ്റ്റ് വാട്ടർ, ഇങ്ങനെയൊക്കെ പോസ്റ്ററിൽ നിങ്ങൾക്ക് എഴുതാം. അടുത്തത് റൈറ്റ് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് എർത്ത്, എർത്തിനെ കുറിച്ചുള്ള കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചധികം സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ട് എർത്തിനെ കുറിച്ചുള്ള ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് എഴുതാനൊക്കെ പറയും. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ദ ബ്ലൂ പാർട്ട് ഓഫ് ദ ഗ്ലോബ് ഇൻഡിക്കേറ്റ്സ് ദ സീ, ഗ്ലോബിൽ ബ്ലൂ ആയിട്ട് കാണിക്കുന്ന ഭാഗങ്ങൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത് എന്തിനെയാണ്? കടലിനെയാണ് സൂചിപ്പിക്കുന്നത്. പിന്നെയോ ദ ഷേപ്പ് ഓഫ് ദ എർത്ത് ഈസ് സ്ഫെറിക്കൽ, എർത്തിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് സ്ഫെറിക്കലാണ്. ദ ഓഷ്യൻ ഈസ് ദ മോസ്റ്റ് പാർട്ട് ഓഫ് ദ എർത്ത്, കടലാണ് എർത്തിൽ ഭൂരിഭാഗവും ഉള്ളത്.
ഇത്രയും ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ബാക്കി ചോദ്യങ്ങൾ അടുത്ത വീഡിയോയിൽ ഇടാം കേട്ടോ. അപ്പോൾ നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻസും ചാപ്റ്റേഴ്സും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണം. ഇപ്പം തന്നെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്താൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റഡി ടൈമിൻ്റെ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.